പ്രപ്പോസ് ചെയ്യുമ്പോൾ ജിങ്കു അപ്പോളജൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ കനം പറയും ഇയാൾ കൊറിയയിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ഞാൻ കുറേ ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല, കുഴപ്പമില്ല പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ അവനെ വിളിച്ചുണർത്തുന്നതും കന തന്നെയാണ്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഓർമ്മയുണ്ടല്ലോ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ വേണമെങ്കിൽ നീ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, വരുന്നില്ലേ എന്ന് ഉറപ്പാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നത്തേക്ക് വേണ്ടാന്ന് പറയും. ശരി, നാളത്തെ ബുക്ക് സൈനിങ് ഇവന്റ് ആണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്, വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ ക്യാൻസൽ ചെയ്തേക്കാന്ന് പറയും. ജിങ്കോ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയത് എന്തിനായിരിക്കും, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണോ, അതോ ഒരു പ്രോപ്പറായിട്ട് ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഇതൊരിക്കലും ഒരു അവസാനമാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നിട്ട് അവളുടെ വീടിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ലേക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യും. അനിയത്തി ചോദിച്ചെടുത്ത് അവളുടെ ഗിറ്റാർ കൊടുക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് സ്റ്റോറേജ് റൂം രണ്ടുപോയി എടുത്തോളാൻ പറയുന്നുണ്ട്. അല്ല, അത് എടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നതെന്ന് പറയും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഗിറ്റാർ ഒന്നും എടുക്കാതെയാണ് ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അതും ബാഗും എല്ലാം കൂടി പിന്നീട് ജിങ്കു അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ അതെല്ലാം അതുപോലെ വന്നതുപോലെ കൊണ്ടുവന്ന് സ്റ്റോറേജ് റൂമിൽ കൂട്ടി വെക്കുകയാണ് ചെയ്തത്. അന്നേരം ഓർക്കുന്നത് അവനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുപോയി വെച്ചത്, അവനെ സ്നേഹിച്ച എന്നെ മറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഓർക്കുന്നത്. ഇവളിൽ നിന്ന് ഗിറ്റാർ എടുത്ത് കൊടുക്കും. എന്നിട്ട് നോക്കുമ്പോൾ അന്നത്തെ ബാഗ് ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് തയ്ച്ചിട്ടാണ് അവൻ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴാണ് അതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അമ്മ ചോദിക്കും നിങ്ങൾ വെഡിങ് ഹോളൊക്കെ സെലക്ട് ചെയ്തോന്ന്. അപ്പം മിഞ്ചിൻ നോക്കുന്നുണ്ട്, താമസിയാതെ തീരുമാനിക്കുന്നു പറയും. അപ്പം ഒരുപാടൊന്നും നോക്കണ്ട, നല്ലൊരെണ്ണം കാണുമ്പോഴത്തേക്കും അങ്ങ് ഫിക്സ് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെ അല്ല കല്യാണം കഴിക്കേണ്ടത്, പക്ഷെ നല്ലൊരു ആളാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഒരു ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കാൻ എന്നാണ്. പക്ഷെ അവൾ അന്നേരം ആലോചിക്കുന്നത് ഞാനും ജിങ്കോയും പണ്ട് കല്യാണം കഴിക്കുന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ഞങ്ങൾക്ക് ഒന്നിച്ച് എല്ലാ കാലവും ഉണ്ടായിരിക്കണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം എന്നാണ്. ഫ്ലാഷ് ബാക്ക് ആണ്, അവൾ വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലെ ബോസിന്റെ കല്യാണമാണ്. അപ്പം ഇവളെയും ക്ഷണിക്കും. അപ്പം ഇത് കാണുന്ന തന്നെ വെഡിങ് ഇൻവിറ്റേഷൻ കാണുന്നുണ്ട്, ഇവളുടെ മുഖം മാറുന്നുണ്ട്. അവരെല്ലാം ചോദിക്കും എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ബോസ് പറയും എന്നെ ഇഷ്ടമായിരുന്നോ, അയ്യോ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ കളിയാക്കുന്ന അവൾ പറയും അതല്ല, എനിക്കിവിടെ ഫാമിലിയും ഫ്രണ്ട്സും ഒന്നുമില്ല, എന്നെ ഫാമിലി ആയിട്ട് കണ്ടിട്ട് വെഡിങ്ങിന് ക്ഷണിച്ചല്ലോ, അപ്പൊ അതിൽ സന്തോഷം കണ്ടാണെന്ന് പറയും. ജിങ്ക വരുമ്പോ എനിക്ക് ഇതുപോലെ വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടി, നമുക്ക് ഒന്നിച്ച് പോകണം, ബോസിന്റെ കല്യാണമാണെന്ന് പറയും. അവൻ നോക്കാം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി തന്നെ പോകണം, ഗിഫ്റ്റിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ സർപ്രൈസ് ആണ്, അന്നത്തെ ദിവസം അറിഞ്ഞാൽ മതി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കും ഇവിടുത്തെ കല്യാണമൊക്കെ എങ്ങനെയാണ്, ഞാൻ കൊറിയയിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഇവിടെ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് രണ്ടിടത്തും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്, അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. പക്ഷെ ഇവർക്ക് സംശയം തീരാതെ ഇവള് ജീഹിയെ വിളിക്കും. ജീഹി ഓൾറെഡി കൊറിയയിലേക്ക് പോകുന്നല്ലോ. അപ്പൊ ജീഹി പറയും നല്ല വ്യത്യാസമാണ് നമ്മുടെ ഇവിടുത്തെയും ജപ്പാനിലെയും കല്യാണങ്ങൾ തമ്മിൽ. അവിടെ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വലിയ എമൗണ്ട് കൊടുത്തുകൊണ്ടാണ്, തീരെ ഏറ്റവും കുറവ് കൊടുക്കുന്നതിന് ഒരു വലിയ എമൗണ്ട് ആണ് പറയുന്നത്. പിന്നെ അത് കൊടുക്കാനായിട്ട് പ്രത്യേക ക്യാഷ് എൻവെൽപ്പ് തന്നെ വാങ്ങിക്കണം, പ്രത്യേക എൻവെൽപ്പ് കിട്ടും, അതിൽ വേണം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ നന്നായിട്ട് ഒരുങ്ങി വേണം പോവാൻ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം, നിന്റെ മുടിയൊക്കെ ശരിയാക്കിയിട്ടേ പോകാവൂ. പിന്നെ അവര് അതുകൊണ്ട് തന്നെ ഇത്രയും ചിലവായതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും ഒന്നും വിളിക്കാറില്ല കല്യാണത്തിന്, വളരെ ക്ലോസ് ആയ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും മാത്രമേ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഇൻവിറ്റേഷൻ വാങ്ങിയിട്ട് ചെല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നിരിക്കണം, നമ്മൾ തന്നെ ചെന്ന് ഗിഫ്റ്റ് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അത് റൂഡായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ജോയിയാണെങ്കിൽ പിറ്റേ ദിവസം ജിങ്കോയുടെ അടുത്ത് ഇങ്ങനെ പറയും ഞാൻ ജിഹിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ കല്യാണമൊക്കെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള കല്യാണമാണ് ജിങ്കോയ്ക്ക് ഇഷ്ടം, എനിക്കാണെങ്കിൽ ചെറുതായിട്ട് കല്യാണം നടത്താനാണ് ഇഷ്ടം, എൻ്റെ അടുത്ത ഫ്രണ്ട്സിനെയും ഫാമിലിയെയും മാത്രം വിളിക്കണം എനിക്ക്, പിന്നെ ജിങ്കോയുടെ അച്ഛൻ്റെ ബാൻഡിൻ്റെ അടുത്ത് പെർഫോം ചെയ്യാനായിട്ട് പറയണം, പക്ഷെ എൻ്റെ അമ്മ അറ്റൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇവിടെ ആയതുകൊണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അമ്മ എപ്പോഴും ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ദേഷ്യമൊക്കെ മാറിക്കോളും എന്ന് ഇങ്ങനെ പറയും. അവരങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കടയിൽ ഒരു വെഡിങ് ഡ്രസ്സ് കിടക്കുന്ന കാണുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ അടുത്ത് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും. ജിങ്ക എന്നിട്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി സ്യൂട്ടൊക്കെ ബോറോ ചെയ്യും.
അപ്പം ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്കൊരു കല്യാണം ഉണ്ട്, കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ ഇവന് എപ്പോഴും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പബ്ലിഷർ ഉണ്ട്. അപ്പോൾ ആ പബ്ലിഷർ അവിടെ വേറെ ആൾക്കാരെ നോക്കുന്നുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് ചെല്ലണം, നാളെ തന്നെ ചെല്ലണം എന്ന് ഫ്രണ്ട് പറയും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂവിന് പോകും. അപ്പോൾ ആ ദിവസം തന്നെയാണ് ബോസിന്റെ കല്യാണം, ചോയ്ഹയുടെ ബോസിന്റെ കല്യാണം. ഇവൻ അവിടെ ചെല്ലുന്ന തന്നെ ഇയാൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേര് ഓൾറെഡി കളഞ്ഞിട്ട് പോയി. അപ്പം ഡെഡ് ലൈൻ ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇയാൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. അപ്പൊ ഇവൻ ഇന്നോന്ന് ചോദിക്കും, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ഒന്നും പറയത്തില്ല. അങ്ങനെ അന്ന് തന്നെ ജോയിൻ ചെയ്ത് അവൻ പണിയൊക്കെ കൊടുത്ത് അവൻ അവിടെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. ചോയ് കല്യാണത്തിന് വരും, അവളന്ന് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ജിങ്കോ വന്നില്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരും എന്ന് പറയും. അപ്പോൾ അവള് നെർവസ് ആണെന്ന് മനസ്സിലാവുന്നതാണ് അവർ ധൈര്യം കൊടുക്കും. അത് കഴിഞ്ഞ് തന്നെ അവള് ജിങ്കോയെ വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി അവിടെ ഒരുപാട് ജോലി ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ട് ഫോണൊന്നും വരുന്നൊന്നും അറിയുന്നില്ല. അതിന്റെ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ മിസ് കോൾ കാണുന്നുണ്ട്, പക്ഷെ തിരിച്ചു വിളിക്കുന്നില്ല. ചോയ് അവിടെ പെർഫോം ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജിങ്കോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയാവും. ഓടിപ്പാഞ്ഞെല്ലാം വരുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ടാവും. ഇവൻ വരുന്ന ഇവിടെ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാവും. അപ്പൊ എനിക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹമായിരുന്നു അവിടെ ജോയിൻ ചെയ്യണമെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്ന് പറയും. അപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ക്ഷീണമാണ്, ഞാൻ പോയി കിടക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നുണ്ടേ അവിടെ 2 ഗിഫ്റ്റ് ഇരിക്കുന്നതാണ്. ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ താങ്ക് യു ഗിഫ്റ്റ് ആണെന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നത് ഇത് വാങ്ങിക്കരുതായിരുന്നു, ഞാൻ അവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ, അപ്പം ഇങ്ങോട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് മര്യാദയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അതെന്ത് വർത്താനാണ് പറഞ്ഞത്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും മര്യാദയുള്ള ആൾ എന്തുകൊണ്ട് കല്യാണത്തിന് വന്നില്ല, വരാന്നല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയുന്നത് ഞാൻ വരാന്നല്ല പറഞ്ഞത്, വരാൻ ശ്രമിക്കാം എന്നാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആദ്യമേ എനിക്ക് അറിയായിരുന്നല്ലോ വരത്തില്ലെന്ന്, എന്നോട് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് ഓർക്കുന്നത് എവർലാസ്റ്റിംഗ് ലവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തു എന്നാണ്. ജിങ്കോ ഈ സമയം അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ചോയ്ഹയുടെ വീടിനടുത്തുള്ള ലേക്ക് അന്വേഷിച്ച് പോവുകയാണ്. അപ്പം ഡ്രൈവർ പറയുന്നുണ്ട് അതൊരു വലിയ ലേക്ക് ആണെന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് ആൾക്കാർ നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയാൽ മതി എന്നാണ്. അപ്പൊ അവൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഈ സമയത്താണ് ഇതൊക്കെ ഓർത്തുകൊണ്ട് ഇവിടെ ജോഗിങ്ങിനായിട്ട് അവിടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ദൂരെ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവളിങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ കാണും. പക്ഷെ അവനെ കണ്ടിട്ട് നിൽക്കാതെ അവള് പാസ് ചെയ്ത് പോകും. ചോയ് വീട്ടിൽ വന്നിട്ട് പട്ടിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്ര നല്ല ഓർമ്മശക്തി ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയാലോ, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ജിങ്കോയെ മറക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീത എവിടേക്ക് വരും. എന്നിട്ട് ഇവർക്ക് ഒരു എൻവെൽപ്പ് കൊടുക്കും. ഇതെനിക്ക് ആ ഗിറ്റാർ കേസിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നീ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന സമയമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് തരണമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ തരാതിരിക്കാനും എനിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് അവള് പറയുന്നത്. അപ്പം ഇത് വായിച്ചു നോക്കുന്നില്ലേ എന്ന് അനിയത്തി ചോദിക്കും. അപ്പൊ ഇവരുടെ പബ്ലിഷിംഗ് കമ്പനിയിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോയ്ഹയുടെ അടുത്ത് ചോദിക്കും, മിസ്റ്റർ സെസായയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാൻ നല്ലതെന്ന് ചോദിക്കും. കുറെ നാള് ജപ്പാനിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നതന്നെ മിസ്റ്റർ ദേഷ്യപ്പെടും. ഞാൻ അവിടെ ഉണ്ടായിരുന്നതും ഈ റൈറ്റർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കും. അങ്ങനെ സ്റ്റാഫ് ഞാൻ എങ്കിലും ബാക്കിയുള്ളവരടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ജിങ്കോയുടെ ബർത്ത്ഡേക്ക് ഇവള് കുറെ കൊറിയൻ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് അച്ഛന് ഇഷ്ടപ്പെടും. അച്ഛൻ അവളെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരും. അപ്പൊ അടുത്ത വർഷം ഞാൻ ഇതുപോലെ വേറെ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അച്ഛൻ ഇവന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് അടങ്ങിയ ആൽബം ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ കൂടുതലും ഗ്രാൻഡ് മദറിന്റെ കൂടെയുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ അച്ഛൻ പറയും ചെറുതിലെ ഇവന്റെ അമ്മ വീട്ടിൽ നിന്ന് ഓടിപ്പോയതിനു ശേഷം പിന്നീട് ഗ്രാൻഡ് മദർ ആണ് അവനെ വളർത്തിയതെന്ന് പറയും. അപ്പൊ ഇതൊന്നും ഇവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ജിങ്കോയുടെ ബർത്ത്ഡേക്ക് ഗ്രാൻഡ് മദർ പ്രിപ്പയർ ചെയ്തിരുന്നത് ഒരു മൗണ്ടന്റെ ഷേപ്പിലുള്ള കേക്കാണ്. എല്ലാ വർഷവും അത് തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം മൗണ്ടനിൽ പോകണം എന്ന് ഗ്രാൻഡ് മദറിന് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവന് അതൊരു നൊസ്റ്റാൾജിക് മെമ്മറി ആണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു കേക്ക് ഷോപ്പിൽ ഇത് ഇരിക്കുന്ന കാണും. അപ്പം ഇവർ പോയി വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ വലിയ റേറ്റ് ആണ്. അപ്പം അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് ജിങ്കോ പറയും എനിക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ കേക്കിൻ്റെയും കൂടി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് വാങ്ങിക്കാതെ ഇറങ്ങും. അപ്പൊ ജിങ്കോയെ പറ്റി ഇതുവരെ അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ അറിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാതെ അറിയാനായിട്ട് പറ്റത്തില്ല, ചില കാര്യങ്ങൾ പറഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് ചോയ്ഹെ പറയുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയത്തില്ല, പക്ഷെ ഒരു ദിവസം എനിക്ക് നിന്നെ പറ്റി
ഉള്ള ഫീലിങ്സ് എന്താണെന്ന് ഞാനൊരു നോവലായിട്ട് എഴുതും എന്ന് പറയും. അപ്പോൾ എനിക്ക് നോവൽ വായിക്കാൻ ധൃതിയായി എന്ന് അവളും പറയും. അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് ഗ്രാൻഡ് മദർ എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്ത് തന്നിരുന്ന ആ കേക്ക് ഞാൻ വാങ്ങിച്ചു തരും എന്ന് അവള് പ്രോമിസും ചെയ്യും. ഞങ്ങൾ എപ്പോഴും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ പറ്റിയും ഹാപ്പിനെസിനെ പറ്റിയും മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയും ഹാർഷ് റിയാലിറ്റിയെ പറ്റിയും ഒന്നും ഡിസ്കസ് ചെയ്യുകയോ അത് കണ്ടെന്ന് നടിക്കുകയോ ചെയ്തില്ല. അതെപ്പോഴും അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ അവൾ വിചാരിക്കും. ഇപ്പം ബുക്ക് സൈനിങ് ഇവന്റിന് മുമ്പ് വായനക്കാരുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ലൈവ് സ്ട്രീമിന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചതാണ്, എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അപ്പോൾ എനിക്കതുകൊണ്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇങ്ങനെ കൾച്ചറൽ ബോർഡേഴ്സ് വരുമ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ദിങ്കോ പറയുന്നത്, ഞാൻ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ നോവൽ എഴുതിയത്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളെ പറ്റിയുള്ള മെമ്മറീസ്, എൻ്റെ അന്നത്തെ സിൻസിയർ ഫീലിങ്സ്, ഇതൊക്കെ ആ ആളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോവൽ എഴുതിയത്. അന്ന് ഞാൻ ചെറുതായിരുന്നു, യങ് ആയിരുന്നു, ഇമ്മച്യൂർ ആയിരുന്നു. അപ്പം ആ ആൾ ഈ നോവൽ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സിൻസിയർ ഫീലിങ്സ് മനസ്സിലാക്കും, അന്നത്തെ എൻ്റെ പോരായ്മകളും മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത് എഴുതിയതെന്നാണ് പറയുന്നത്. അപ്പം ഇത് ചോയ്ഹ അവിടെ വന്നൊന്ന് കേൾക്കുന്നുണ്ട്. ഇവരെന്നിട്ട് മിസ് ചോയ്യെ കാണും. അപ്പം നോക്കി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ബുക്ക് സൈനിങ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ചോയ്ഹെ അനിയത്തി കൊടുത്ത ജിങ്കോയുടെ ആ എൻവലപ്പ് ബാഗിൽ നിന്ന് എടുക്കും. അപ്പൊ ബുക്ക് സൈനിങ് ഇവന്റ് നടക്കുന്നിടത്തേക്ക് മിൻജെ വരും. എന്നിട്ട് നേരെ വന്ന് ജിങ്കോയുടെ അടുത്ത് ചോദിക്കും, ചോയ്ഹെ അറിയാലോ അല്ലേ എന്ന്. അപ്പോൾ മിൻജെ ഇങ്ങനെ നോക്കിയിട്ട് ജിങ്കോ അറിയാം, എനിക്ക് ചോയ്ഹെ അറിയാം എന്ന് പറയും.